ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മുടെ ജീവിതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറിക്കഴിഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ChatGPT പോലുള്ള വലിയ ഭാഷാ മോഡലുകൾ. വിവരങ്ങൾ കണ്ടെത്താനും ലേഖനങ്ങൾ എഴുതാനും കോഡ് ചെയ്യാനും ആശയങ്ങൾ രൂപീകരിക്കാനും തുടങ്ങി നിരവധി കാര്യങ്ങൾക്ക് ഇന്ന് ChatGPT വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലാ നല്ല കാര്യങ്ങൾക്കും എന്ന പോലെ ChatGPTയുടെ അമിത ഉപയോഗത്തിനും ദോഷവശങ്ങളുണ്ടെന്ന് പുതിയ പഠനങ്ങൾ മുന്നറിയിപ്പ് നൽകുന്നു. പ്രത്യേകിച്ചും ഇത് മനുഷ്യന്റെ ചിന്താശേഷിയെയും പ്രശ്നപരിഹാര ശേഷിയെയും പ്രതികൂലമായി ബാധിക്കുമെന്ന കണ്ടെത്തലുകൾ ആശങ്കയുയർത്തുന്നതാണ്. പഠനങ്ങൾ പറയുന്നത് MIT മീഡിയ ലാബിലെ ഗവേഷകർ നടത്തിയ ഒരു പഠനം ഈ വിഷയത്തിലെ വളരെ നിർണായകമായ ചില നിരീക്ഷണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ബോസ്റ്റണിൽ നിന്നുള്ള 18നും 39നും ഇടയിൽ പ്രായമുള്ളവരെ 3 സംഘങ്ങളായി തിരിച്ച് ഇലക്ട്രോ എൻസെഫലോഗ്രാഫി സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പഠനത്തിൽ ChatGPT ഉൾപ്പെടെയുള്ള AI ടൂളുകൾ ഉപയോഗിച്ച് ഉപന്യാസങ്ങൾ എഴുതാൻ അവരോട് ആവശ്യപ്പെട്ടു. ഈ പഠനത്തിലെ കണ്ടെത്തലുകൾ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. AI ടൂളുകളുടെ തുടർച്ചയായ ഉപയോഗം ചെറുപ്പക്കാരെ ദോഷകരമായി ബാധിക്കുകയും അവരിൽ മടിയും ചിന്താപരമായ ആശ്രയത്വവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഗവേഷകർ കണ്ടെത്തി. പഠനത്തിനായി ശേഖരിച്ച സാമ്പിളുകൾ കുറവാണെങ്കിലും കണ്ടെത്തിയ വിവരങ്ങളുടെ ഗൗരവം കാരണം ഇത് പൊതുജനശ്രദ്ധയിൽ കൊണ്ടുവരികയായിരുന്നു. ChatGPT പോലുള്ള AI ടൂളുകൾ വിവരങ്ങൾ അതിവേഗം പ്രോസസ്സ് ചെയ്യുകയും കൃത്യമായ മറുപടികൾ നൽകുകയും ചെയ്യുന്നതിനാൽ നമ്മുടെ മസ്തിഷ്കം സ്വന്തമായി വിവരങ്ങൾ വിശകലനം ചെയ്യാനും പ്രശ്നങ്ങളെ സമീപിക്കാനുള്ള കഴിവ് ക്രമേണ ഉപേക്ഷിക്കാനും തുടങ്ങുന്നു. ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സ്വന്തമായി ഗവേഷണം നടത്തുന്നതിനോ ഒരു വിഷയത്തെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതിനോ പകരം നമ്മൾ AIയെ ആശ്രയിക്കാൻ തുടങ്ങുന്നു. ഇത് നമ്മുടെ വിമർശനാത്മക ചിന്താശേഷിയെയും സൃഷ്ടിപരമായ കഴിവിനെയും ഇല്ലാതാക്കും. ഒരു വിദ്യാർത്ഥിക്ക് ഒരു പ്രൊജക്ട് റിപ്പോർട്ട് തയ്യാറാക്കണം. സാധാരണഗതിയിൽ അവൻ ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങൾ വായിച്ച് ഇന്റർനെറ്റിൽ തിരഞ്ഞ് വിവരങ്ങൾ ശേഖരിച്ച് സ്വന്തമായ ഒരു രൂപരേഖ തയ്യാറാക്കി റിപ്പോർട്ട് പൂർത്തിയാക്കും. ഈ പ്രക്രിയയിൽ അവൻ വിവരങ്ങളെ വിലയിരുത്താനും ആശയങ്ങൾ തമ്മിൽ ബന്ധിപ്പിക്കാനും സ്വന്തമായ നിഗമനങ്ങളിൽ എത്താനും പഠിക്കുന്നു. എന്നാൽ ChatGPT ഉപയോഗിച്ച് റിപ്പോർട്ടിൽ തയ്യാറാക്കുമ്പോൾ AI നൽകുന്ന വിവരങ്ങളെ അതേപടി പകർത്തിവെക്കാനുള്ള പ്രവണത കൂടുന്നു. ഇത് അവന്റെ ചിന്താ പ്രക്രിയയെ ലളിതവൽക്കരിക്കുകയും അവനൊരു ഉപഭോക്താവ് മാത്രമാക്കി മാറ്റുകയും ചെയ്യുന്നു. മടിയും ആശ്രയത്വവും AI ടൂളുകൾ കാര്യമായി എളുപ്പമാക്കുമ്പോൾ മനുഷ്യരിൽ മടി കൂടാനുള്ള സാധ്യതയുണ്ട്. കഠിനാധ്വാനം ആവശ്യമുള്ള ജോലികൾ പോലും AI ചെയ്യുമല്ലോ എന്ന ചിന്തയിൽ സ്വന്തമായി പരിശ്രമിക്കാനുള്ള താല്പര്യം കുറയുന്നു. ഇത് വ്യക്തിഗത വളർച്ചയെയും കഴിവിനെയും ദോഷകരമായി ബാധിക്കും. കൂടാതെ ChatGPT പോലുള്ള ടൂളുകളോടുള്ള അമിതമായ ആശ്രയത്വം ഒരു ഘട്ടത്തിൽ ഇവയില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലേക്ക് നമ്മളെ എത്തിച്ചേർക്കും. സ്വന്തമായി ഒരു ഇമെയിലിന് മറുപടി നൽകാനോ ഒരു പ്രബന്ധം എഴുതാനോ പോലും സഹായം വേണ്ടിവരുന്ന അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. ഇത് വ്യക്തിഗത സ്വയം പര്യാപ്തതയെയും ആത്മവിശ്വാസത്തെയും ഇല്ലാതാക്കും. വിദ്യാഭ്യാസ രംഗത്താണ് ഈ പ്രതിഭാസം കൂടുതൽ വെല്ലുവിളികൾ ഉയർത്തുന്നത്. വിദ്യാർത്ഥികൾക്ക് ഹോംവർക്കുകളും പ്രൊജക്റ്റുകളും ചെയ്യാൻ AIയെ ആശ്രയിക്കുന്നത് അവരുടെ പഠന പ്രക്രിയയെ മന്ദഗതിയിലാക്കും. സ്വന്തമായി പഠിച്ച് അറിവ് നേടുന്നതിന് പകരം AIയിൽ നിന്നുള്ള ഉത്തരം അതേപടി പകർത്തുന്നത് അവരുടെ ഭാവിക്ക് ഗുണകരമല്ല. പരീക്ഷകളിൽ പോലും AIയുടെ സഹായം തേടുന്നത് യഥാർത്ഥ അറിവിനെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ മാറ്റിയെഴുതും. അധ്യാപകർക്ക് വിദ്യാർത്ഥികളുടെ യഥാർത്ഥ ശേഷി അളക്കാൻ ഇത് വലിയ വെല്ലുവിളിയാകും. AIയുടെ സാധ്യതകളെ പൂർണ്ണമായും തള്ളിക്കളയാൻ സാധ്യമല്ല. AI ഒരു ശക്തമായ ഉപകരണമാണ്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ഇത് ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കാനും പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് നയിക്കാനും കഴിയും. എന്നാൽ അതിന്റെ അമിതവും അനിയന്ത്രിതവുമായ ഉപയോഗം മനുഷ്യന്റെ അടിസ്ഥാനപരമായ കഴിവുകളെ നശിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പുകൾ നാം ഗൗരവമായി എടുക്കണം. ഇതിനൊരു പരിഹാരം AIയെ പൂർണ്ണമായി ഒഴിവാക്കുക എന്നതല്ല, മറിച്ച് ഉത്തരവാദിത്തത്തോടെയുള്ള ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. AI ഒരു സഹായിയായി മാത്രം കണക്കാക്കുക, അല്ലാതെ എല്ലാ ഉത്തരങ്ങളും നൽകുന്ന ഒരു ഏക ആശ്രയമായി കണക്കാക്കാതിരിക്കുക. സ്വന്തമായി ചിന്തിക്കാനും വിശകലനം ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള നമ്മുടെ കഴിവിനെ നിരന്തരം മെച്ചപ്പെടുത്തുക. AI നൽകുന്ന വിവരങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്താനും അവയുടെ കൃത്യത ഉറപ്പുവരുത്താനും നാം പഠിക്കണം. ഇത് നമ്മുടെ ചിന്താശേഷിയെയും സർഗാത്മകതയെയും സംരക്ഷിക്കാൻ സഹായിക്കും. സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്കൊപ്പം മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ വ്യക്തിഗത കഴിവുകളെയും ബുദ്ധിശക്തിയെയും പരിപോഷിപ്പിക്കാൻ നാം ശ്രമിക്കേണ്ടത് അനിവാര്യമാണ്. AIയുടെ ഈ യുഗത്തിൽ മനുഷ്യന്റെ ചിന്താശേഷിയുടെ പ്രാധാന്യം മുമ്പെങ്ങുമില്ലാത്ത വിധം വർദ്ധിച്ചിരിക്കുന്നു.